വ്യക്തിപരമായിട്ട് വലിയ രീതിയിൽ കണക്റ്റ് ആയില്ല. തിരക്കഥ എന്തോ ഒരു കുറേ ലൂസ് പ്ലോട്ട്സ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ ആരംഭിക്കുന്നത് നമ്മുടെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഒരു നരേഷൻ്റെ കൂടെയാണ്. അതിനുശേഷം കഥയിലേക്ക് വരുന്നു. നമ്മൾ ട്രെയിലറിലെല്ലാം കാണുന്ന പോലെ തന്നെ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ തന്നെ ഓരോ കാര്യങ്ങൾ ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ സ്വിച്ച് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം കാണിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതാണ് പിന്നെ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം നമുക്കിപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഒരു ബേസ് പ്ലോട്ട് ഉണ്ടാവും, അതിലേക്കൊന്ന് എത്തിച്ചേരണം. അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത് മാലപ്പടക്കം പോലെ കുറേ എന്താണ്ടൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് സിനിമ തിരക്കഥയ്ക്കകത്ത്. അപ്പം ശരി, ഇയാളുടെ കരിയർ, ഇയാളുടെ പേഴ്സണൽ ലൈഫാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. പേഴ്സണൽ ലൈഫിലേക്ക് ഇങ്ങനെ പോകുന്നു, നമ്മൾ പ്രേക്ഷകർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അപ്പോഴത്തേക്കും ഇല്ല, അതെല്ലാം മാച്ചുകൾ കുറച്ച് അവിടെ മാച്ചിട്ട് പേഴ്സണൽ ലൈഫ് മാറ്റിയിട്ട് നമുക്ക് കരിയർ പിടിക്കാം. ഓ ശരി, കരിയർ എങ്കിൽ കരിയർ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അത് മാറ്റിയിട്ട് നമുക്ക് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു ഇതെടുക്കാം. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു റൈവലറിയും കാര്യങ്ങളും എടുക്കാം. എന്നാൽ ശരി, അത് എടുക്കാം, എന്നാൽ അത് കാണാം. അത് മാറ്റിയിട്ട് വീണ്ടും പുള്ളിയുടെ കരിയർ വരാം. പിന്നെ അത് മാറ്റിയിട്ട് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നു. ഓക്കെ ശരി, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നു, അത് സിനിമയുടെ കഥയിൽ മാറ്റം വരുമല്ലോ, ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും അതെല്ലാം വിട്ടേക്ക് നമുക്ക് പേഴ്സണൽ ലൈഫ് തന്നെ എടുക്കാം. ഇങ്ങനെ കിടന്ന് മാറി ഇത് എവിടെയെങ്കിലും പോയി നിൽക്കണ്ടേ, എന്തെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ? ഇങ്ങനെ 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 പറഞ്ഞു പോയിട്ട് ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും നമ്മളിപ്പം 2025 നിൽക്കുന്നത്. ചില കാര്യങ്ങളില്ലേ നമുക്ക് തന്നെ, ഒരു സാധാരണക്കാരനായ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് ബി പ്രാക്ടിക്കൽ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലൈഫിൽ നിൽക്കുന്ന ഒരാളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവം ഓക്കെ, നമ്മൾ ആഫ്റ്റർ ഓൾ നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മുടെയൊക്കെ ഇമോഷൻസ് വർക്കൗട്ട് ആകുന്നത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാവണ്ടേ, നമ്മൾ ചേട്ടാ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ. നമ്മളിപ്പം ബി പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ, അതും പ്രത്യേകിച്ച് ഈ ഒരു പ്രൊഫഷനൊക്കെ അങ്ങനെ എന്തുകൊണ്ടൊക്കെ എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കാം അക്കാര്യങ്ങൾ. അതെല്ലാം വിട്ടിട്ട് അവസാനം പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതിലിരിക്കുക. നമുക്കറിയാം നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും സിനിമയുടെ ക്ലൈമാക്സ് പോകുന്നത്, നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെല്ലാം പോയി സിനിമ അവസാനിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ. അപ്പം ഇത് ഒരിക്കലും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയല്ല, ഓൺ ടൈം വാച്ചബിളാണ്. തിയേറ്റർ വാച്ച് ഒന്നുമില്ല, നിങ്ങളുടെ 4-5 ഫോണിൽ കണ്ടു കഴിഞ്ഞാലും സിനിമ അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ.